ഇറാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ കേണൽ മുഹമ്മദ് റാഷിദ് അൽ ഹജ്രിയെ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുൽ വഹാബ് അൽ വാഹിബ് സന്ദർശിച്ചു. പരിക്കേറ്റ ഉദ്യോഗസ്ഥന്റെ ധൈര്യത്തെയും കർത്തവ്യത്തോടുള്ള സമർപ്പണത്തെയും മേജർ ജനറൽ അൽ വാഹിബ് പ്രശംസിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അഭിമാനത്തിന്റെ ഉറവിടമാണെന്നും അവരുടെ രാജ്യത്തെ സേവിക്കാനും അതിന്റെ ക്ഷേമത്തിനായി ത്യാഗങ്ങൾ ചെയ്യാനും പ്രതിജ്ഞാബദ്ധരായ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആഴത്തിൽ വേരൂന്നിയ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ മീന അൽ അഹമ്മദി റിഫൈനറിയിൽ ഒരു ഡ്രോൺ ആക്രമണത്തിൽ പ്രവർത്തന യൂണിറ്റുകൾക്ക് തീപിടുത്തമുണ്ടായി. ആർക്കും പരിക്കുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും സൗകര്യങ്ങൾ സംരക്ഷിക്കാനും മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് കുവൈറ്റ് പെട്രോളിയം സുരക്ഷാ വിഭാഗം അറിയിച്ചു. പുലർച്ചെ കുവൈറ്റിലെ വൈദ്യുതി ജല പ്ലാന്റുകളെ ഒന്നിനെ ലക്ഷ്യമിട്ട് നടന്ന ആക്രമണത്തിൽ പ്ലാന്റിന്റെ ചില ഭാഗങ്ങളിൽ നാശനഷ്ടമുണ്ടായി വൈദ്യുതി ജല പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സുരക്ഷാ അധികാരികളുമായി ഏകോപിപ്പിച്ച് ആഘാതം നിയന്ത്രിക്കുന്നതിനും പ്രവർത്തനക്ഷമത നിലനിർത്തുന്നതിനുമായി സാങ്കേതിക അടിയന്തര സംഘങ്ങളെ ഉടൻ വിന്യസിച്ചിട്ടുണ്ടെന്നും ഔദ്യോഗിക വക്താവ് ഫാത്തിമ അബ്ബാസ് ജവാർ ഹയാത്ത് പറഞ്ഞു. പൊതുജനങ്ങൾ ശാന്തരായിരിക്കുവാനും വിവരങ്ങൾക്കായി ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കാനും അവർ അഭ്യർത്ഥിച്ചു. രാജ്യത്തെ വൈദ്യുതി ജല സംവിധാനങ്ങൾ ഒരു മുൻഗണനയായി തുടരുമെന്നും അവശ്യ സേവനങ്ങളുടെ സ്ഥിരതയും തുടർച്ചയും ഉറപ്പാക്കാൻ ടീമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്നും അവർ ഊന്നി പറഞ്ഞു. കുവൈത്തിൽ നിന്നും കേരള വിഷന് വേണ്ടി IV സുനേഷ് വെങ്ങര.